അങ്ങനെ കേരളത്തിൻ്റെ പേടി സ്വപ്നമായ പാമ്പ് എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് പാമ്പല്ല, ഇത് ചേരയാണ്. എന്നാലും നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള ചില പ്രിക്കോഷൻസ് ഉണ്ട്. നമ്മൾ പ്രിക്കോഷൻസ് എടുക്കാണ്ട് ഇത് വരുത്തി വെച്ചിട്ട് അയ്യോ എനിക്കിത് പറ്റിയിട്ടോ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. നമ്മുടെ വീട്ടിലെ ചെടിച്ചട്ടികൾ സ്പേസ് ഇട്ട് വെക്കണം. പിന്നെ ജനലിൻ്റെ അടുത്തുള്ള ചെടിച്ചട്ടികൾ മാറ്റി വെക്കുക. വീടും പരിസരവും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക. പരമാവധി ഫുഡ് വേസ്റ്റുകളൊന്നും പുറത്തിടാതിരിക്കുക. ഷൂ ഇടുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടിക്കുടഞ്ഞെടുത്ത് നോക്കണം. മുറികളിൽ ഹോൾ ഉണ്ടെങ്കിൽ അത് പേപ്പറോ തുണിയോ എന്തെങ്കിലും വെച്ച് അടച്ചു കൊടുക്കണം. തറയിൽ പായ വിരിച്ച് ഉറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ യാത്ര പോകുന്നതിന് മുന്നേ വണ്ടികളിലും ഹെൽമെറ്റുകളിലും ഇഴജന്തുക്കളൊന്നും കയറിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തണം. ഇനി പാമ്പ് കടി ഏറ്റാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പാമ്പ് കടി ഏറ്റുന്നത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാരണവശാലും നമ്മൾ ആൻഷ്യസ് ആവാൻ പാടില്ല. കാരണം നമ്മൾ പേടിക്കുന്നതിലൂടെ നമ്മളെ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് വിഷം പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുന്നതാണ്. അതുകൊണ്ട് ശരീരം അനക്കാതെ ഒരു സ്ഥലത്തേക്ക് പാമ്പ് കടിയേറ്റ ആളിനെ ഇരുത്തുക. മുറിവിൽ അമർത്തുകയോ മുറിവുണ്ടാക്കി രക്തം കളയാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. മുറിവിൻ്റെ മുകളിൽ കയറോ തുണിയോ വെച്ച് കെട്ടാൻ പാടില്ല. പാമ്പ് കടിയേറ്റ ആളിനെ എത്രയും വേഗം ആൻറ്റി സ്നേക്ക് വെനം ലഭ്യമായ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക.